നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് നവ്യയുടെ മനം കവരാൻ വേണ്ടി അഭി പറഞ്ഞു, നവ്യെ നിനക്കറിയാലോ, ഞാനും മുത്തശ്ശനും ആദർശം കൂടെ ചന്തുമോളുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ചന്തുമോളുടെ അച്ഛൻ ആദർശേണ്ടാന്നുള്ള കാര്യം അറിയുന്നേ. അപ്പൊ ആദർശേണ്ട ഒരു നാണക്കേട് ഉണ്ടാവണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഈ കുറ്റം ഏറ്റെടുത്തോളാം, ചന്തുമോളുടെ അച്ഛൻ ഞാനായിക്കോളാന്ന്. പക്ഷേങ്കില് ആദർശ് പറഞ്ഞു, വേണ്ട, എനിക്ക് വേണ്ടി ആരും ത്യാഗമൊന്നും ചെയ്യണ്ടെന്ന്. അല്ല, ഇതിപ്പം ഞാനിവിടെ പറഞ്ഞ എന്താന്ന് വെച്ചാല്, അത്ര പോലും എല്ലാവർക്കും വേണ്ടിയിട്ട് ആരും വിഷമിക്കില്ലെന്ന് കരുതിയിട്ട് ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് ത്യാഗമൊക്കെ ചെയ്യാൻ ഒരുങ്ങിയതാ. പക്ഷെ എനിക്കൊരു പ്രശ്നം വന്നു കഴിയുമ്പത്തേനും കണ്ടില്ലേ, എല്ലാരും കൂടെ കൂടിയിട്ട് എന്നെ കുത്തി നോവിച്ച് ഈ പരുവാക്കി ഇവിടെ കൊണ്ട് എത്തിച്ചിട്ടത്. അത് കേട്ടപ്പോ നബി പറഞ്ഞു, നീ വിഷമിക്കേണ്ട അബി, നബിക്ക് ഭയങ്കര അങ്ങോട്ട് സങ്കടം ഒഴുകുവാണ്. അപ്പോഴേക്കും ഹബി പറഞ്ഞു, എനിക്ക് സങ്കടമുണ്ട്, കാരണം ഇത്രയും മാത്രം അവരൊക്കെ ക്രൂരത കാണിക്കാൻ മാത്രം തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ എല്ലാത്തിനും കാരണം നിന്റെ അഞ്ചെത്തിമാരാ. ആ നന്ദു എന്ന് പറയുന്നവളുണ്ടല്ലോ, അവൾ കരന്തപുരി വീട്ടിലെ ഇളയ കൊച്ചുമാന്റെ ഭാര്യയായിട്ട് വരണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ചില നാടകങ്ങളൊക്കെ കളിക്കുന്ന. നബി പറഞ്ഞു, അതൊരു കാരണവശാലും ഞാൻ സമ്മതിക്കില്ല. അല്ലെങ്കിലും എന്റെ അച്ഛനും അമ്മയ്ക്കൊന്നും അതിന്റെ സമ്മതമല്ല. ഇനിയിപ്പൊ അവരൊക്കെ സമ്മതിച്ചാൽ കൂടി ഞാൻ ഉറപ്പായിട്ടും എതിർക്കത്തുള്ളൂ. അബി, നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട, നീ ധൈര്യമായിട്ടിരിക്കുക. 14 ദിവസം കഴിയുമ്പം നിനക്ക് പുറത്തിറങ്ങാലോ. അപ്പൊ പിന്നെ നമുക്ക് ബാക്കി എന്താന്ന് വെച്ചാൽ നോക്കാം. അങ്ങനെ അബിക്ക് ബാക്ക് കൊടുത്തിട്ട് നവി അവിടെ നിന്ന് ഇറങ്ങുവാണ്. അബിയുടെ മനസ്സിൽ ഭയങ്കര സന്തോഷമായി. താൻ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട് എന്നൊരു ചിന്തയായിരുന്നു മനസ്സ് നിറയും. അതേ സമയത്ത് നവീന്റെ ഒരു കേസിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നവീന്റെ അമ്മ അങ്ങോട്ടേക്ക് വരുന്നത്. എടാ, ഇതേ 1-2 പെൺകുട്ടികളുടെ ഫോട്ടോ ഉണ്ട്, ആ ബ്രോക്കറും കൊണ്ട് തന്ന. ഇതേ അമ്മേ, എനിക്കിപ്പൊ കല്യാണം വേണ്ടാന്ന് പറഞ്ഞില്ലേ, ആ സമയത്ത് സഹദേവൻ വന്നിട്ട് പറഞ്ഞു, വേണ്ടാന്നൊക്കെ പറയും, ഇനിയിപ്പൊ വേറൊന്നും നോക്കത്തില്ല, മനസ്സിലൊരു പെൺകുട്ടി ഉണ്ടെന്ന് പറയണ. മനസ്സിലൊരു പെൺകുട്ടി ഉണ്ടെന്നോ? അതെ മാഡം, മനസ്സിലൊരു പെൺകുട്ടിയൊക്കെ ഉണ്ട്. ആരടാ അത്? അതൊന്നും പറയാറായിട്ടില്ലമ്മേ. എടാ, ഞങ്ങളോടെങ്കിലും സത്യം തുറന്നു പറ. എന്റെ അമ്മേ, ആദ്യം ആ പെൺകുട്ടിയോടൊന്ന് ചോദിക്കട്ടെ. പെൺകുട്ടിയോട് ഇതുവരെയായിട്ട് ഞാൻ എന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞിട്ടില്ല, അവളുടെ അനുമതിയും കൂടെ വേണമല്ലോ. അതിനുശേഷം ഉറപ്പായിട്ട് ഞാൻ അമ്മയോടും മുത്തശ്ശനോടൊക്കെ പറയും, നിങ്ങളെ കൂട്ടിക്കൊണ്ട് ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോകും. സഹദേവൻ പറഞ്ഞു, അതിത്തിരി നേരത്തെ പറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾക്കൊന്ന് അറിഞ്ഞിരിക്കാലോ. അങ്ങനെ ഇപ്പൊ പറയുന്നില്ല എന്ന് പറയാം. ഓ, ഇനിയിപ്പൊ ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സസ്പെൻസ് അങ്ങോട്ട് പോന്ന് കരുതിയിട്ടായിരിക്കും അല്ലേ? ആ സമയം നവീന്റെ അമ്മ പറഞ്ഞു, എന്തൊക്കെയാണല്ലോ ശരി, ദേ ഇനി സസ്പെൻസ് ആണെങ്കിലും അല്ലെങ്കിലും ശരി, എത്രയും പെട്ടെന്ന് തന്നെ കല്യാണം നടക്കണം. 3-4 മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ അച്ഛൻ ദുബായിൽ നിന്ന് വരും, ആ സമയത്ത് കല്യാണം നടത്തണം. ഇത് കേട്ടപ്പോ നവീൻ പറഞ്ഞു, സമയമുണ്ടല്ലോ അമ്മേ. സമയമുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പിന്നെ എനിക്കൊരു നിബന്ധന മാത്രമേ ഉള്ളൂ, പെണ്ണിന്റെ സൗന്ദര്യമോ സ്വത്തോ അതൊന്നും എനിക്ക് പ്രശ്നമല്ല, കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാവുന്ന പെൺകുട്ടിയായിരിക്കണം, അത് മാത്രമേ ഉള്ളൂ. അതും പറഞ്ഞിട്ട് അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ സഹദേവൻ പറഞ്ഞു, അമ്മ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ, ഒരു കാര്യം ചെയ്താലോ, നമുക്കൊരു രഹസ്യ അന്വേഷണം നടത്തിയാലോ, ആ പെൺകുട്ടിയെക്കുറിച്ചും അതിന്റെ കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ചും ഒക്കെ. നവീൻ പറഞ്ഞു, അതിന്റെ ആവശ്യമൊന്നുമില്ല, അതൊക്കെ എനിക്ക് കാണാപ്പാടോ, എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. അത്രയ്ക്കൊക്കെ കാര്യങ്ങൾ അറിയാവോ? അതെ, ഇപ്പൊ ചാരപ്പണിയുടെ ആവശ്യമൊന്നും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് നവീൻ അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോ നയന ഒരു ഡിസൈനൊക്കെ വരച്ചോണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കുമാണ് നവ്യ അങ്ങോട്ടേക്ക് വരുന്നേ. നവ്യ എന്നിട്ട് പറഞ്ഞു, ഓ, നീ വലിയ ഡിസൈനർ ആണല്ലോ, വരയ്ക്കടി വരയ്ക്കെന്നൊക്കെ പറയണ. ജാനകിയും ദേവേനയും കൂടെ അങ്ങോട്ടേക്ക് വന്നു. ഈ സമയത്ത് നവ്യ ചോദിച്ചു, അല്ല ചേച്ചി ഇത് എവിടെ പോയതായിരുന്നു? പാതാളത്തിലേക്ക് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നയന എഴുന്നേറ്റൊരു, ചേച്ചി എന്തൊക്കെയാ പറയണെന്ന് ചോദിക്കാം. കാണടി, പോയി കാണ, ഹബി ജയിലിൽ കിടപ്പുണ്ട്. ആ നിന്റെ അനുജത്തി ഉണ്ടല്ലോ, അവള് നന്ദു, അവളെ തല്ലി ഒരു പരുവാക്കി ഇട്ടിട്ടുണ്ട് അവിടെ, എല്ലാരും പോയി ആ കാഴ്ച കാണാൻ പറയാണ്. അപ്പോഴേക്കും ദേവേന് പറഞ്ഞു, അവൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ശിക്ഷ കിട്ടിയാൽ മതിയാവുള്ളൂ. തെറ്റ്, അതിന് മാത്രം എന്ത് തെറ്റാ അവൻ ചെയ്തേ? അവൻ ചെയ്ത് തെറ്റാന്താണെന്ന് പറഞ്ഞു തന്നാ ഉപകാരമായിരുന്നു. അപ്പോഴേക്കും ജാനകി പറഞ്ഞു, അത് ശരിയാ, അതിന് മാത്രം വലിയ തെറ്റൊന്നും അവൻ ചെയ്തിട്ടില്ല. കാരണം ജാനകിയുടെ കണ്ണുകളിലെ ജാനകിക്ക് ബാക്കി കാര്യങ്ങളൊന്നും അറിയത്തില്ലോ. ചന്തമോളുടെ അച്ഛൻ അവനാന്നുള്ള കാര്യം, അനഘയെ കൊല്ലാൻ ശ്രമിച്ച അതിനെക്കുറിച്ചൊന്നും അവൾക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയണ പോലും. ഈ സമയത്ത് ദേവേന് പറഞ്ഞു, ജാനകി, നീ വെറുതെ അബിയെ സപ്പോർട്ട് ചെയ്ത് നിൽക്കേണ്ട കാര്യമില്ല, അവൻ തെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ തെറ്റ് ചെയ്തിട്ടുണ്ട് പോലും, ജീവിക്കാൻ വേണ്ടിയിട്ട് എന്തേലും വെച്ച് പരിപാടി ചെയ്തെന്ന് ഓർത്തുണ്ട് അവനെ ഇങ്ങനെ തല്ലിച്ചതയ്ക്കുകയാണോ വേണ്ടത്? നയന് ചോദിച്ചു, ജീവിക്കാൻ വേണ്ടിട്ടോ? സ്വന്തം കടയെന്ന് മോഷ്ടിക്കുന്ന പരിപാടിയല്ലേ അവൻ കാണിച്ചേ, ആ ജീവിക്കാൻ വേണ്ടിട്ടാണോ? അതെ, ഇപ്പൊ അവൻ അവിടെ വെറും സ്റ്റാഫ് മാത്രം, നിനക്ക് അതൊക്കെ പറയാന്ന് പറയണ. നയന പറഞ്ഞു, അല്ല ജീവിക്കാനായിട്ട് അവന് വീട്ടിലേക്ക് ചെലവിന് പൈസ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ലല്ലോ, വീട്ടിലെ കാര്യങ്ങളൊക്കെ ആദർശനല്ലേ അല്ലെങ്കിൽ തന്നെ നോക്കുന്നേ, എല്ലാ കാര്യങ്ങളും കമ്പനിയുടെ ചെലവിലല്ലേ നടക്കണേ. അപ്പൊ പിന്നെ അവന് പൈസ കൊടുക്കേണ്ട കാര്യമില്ല, പിന്നെ എന്തിനാ അവൻ ഈ പരിപാടിയൊക്കെ ചെയ്യുന്നേ? അപ്പോഴേക്കും നബിക്ക് ദേഷ്യം വന്നു, നിന്റെ ഒരു ആദർശേട്ടൻ, അയാളെ കുറിച്ച് കൂടുതൽ പറയാതിരിക്കാൻ നല്ലത്. നിനക്ക് അയാളെ വലിയ പുണ്യാളിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും, പക്ഷെ എനിക്ക് അങ്ങനെയല്ല.
അവൻ തെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്ത തെറ്റിനൊക്കെ മറച്ചു വെച്ചോണ്ട് അയാള് മറ്റുള്ളവർ ചെയ്യുന്ന തെറ്റിനെ വലുതാക്കി കാണിച്ചോണ്ട് ഇപ്പൊ അബിയെ ജയിലിനകത്ത് ആക്കിയിരിക്കുന്നേ. പക്ഷേ ഈ നവ്യ അതങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല. അപ്പോഴേക്കും ദേവേനെ പറഞ്ഞു, നവ്യെ നീ വെറുതെ കിടന്ന് വാശി പിടിക്കണ്ട. ആദർശ് തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. പിന്നെ ഇനിയിപ്പൊ അത് പറഞ്ഞാൽ മതിയല്ലോ. പിന്നീട് നവ്യക്ക് ദേഷ്യം വന്നിട്ട് നയനയുടെ അടുത്ത് എന്നിട്ട് വിരല് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നീ അതേ കാലം സൂചിച്ച് ജീവിക്കുന്നു കരുതണ്ട. എന്റെ കെട്ടുതാലി അറക്കാൻ കൂട്ടു നിന്നവളാ നീ. അപ്പം നിനക്ക് സൂചിച്ച് ജീവിക്കാൻ പറ്റില്ലടി. നീ ആദർശ് കാരണം നീ കണ്ണീരൊഴുക്കാൻ പോകുന്നുള്ളൂ. അയാളുടെ കുഞ്ഞിനെ സ്വന്തം മകളായിട്ട് നീ കരുതി ഇപ്പൊ നീ ജീവിക്കുന്നുണ്ടല്ലോ. നിനക്ക് ഇതിനുള്ള പണി ഉറപ്പായിട്ടും കിട്ടും. ഇതൊക്കെ ദൈവം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടോ? അല്ലെ നീ കണ്ടോടി. നിന്റെ ജീവിതം നരകമായി തീരാൻ പോവാ എന്നൊക്കെ അറിഞ്ഞ് വിരാഗിയിട്ട് അങ്ങോട്ട് പോവാ. എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. കാരണം ഇത് ചേച്ചിക്ക് തന്നെ കിട്ടാൻ പോന്നേ. തന്റെ ആദർശാണ് ഒരു തെറ്റും ചെയ്തിട്ട് നയനയ്ക്കറിയാം. അങ്ങനെ നവ്യ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ജാനകി പറഞ്ഞു, വിഷമം കൊണ്ട് പറയുന്ന അല്ല, ആദർശ് ഇത്ര വലിയ തെറ്റ് ചെയ്തിട്ടും ആദർശിനെ ആയിരിക്കാണല്ലോ ഏട്ടത്തേക്ക് ചെയ്യുന്നേ. ദേവേന് പറഞ്ഞു, എന്റെ ആദർശിനെ കുറിച്ച് എനിക്ക് നന്നായിട്ടറിയാം. അവനൊരു തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പറയാം. എന്താ എടുത്തി എപ്പോഴും ആദർശിനെ ന്യായീകരിച്ച് പറയുന്നുണ്ടല്ലോ. എന്താ കാര്യം? അതെ, പല കാര്യങ്ങളും പലപ്പോഴും പറയാനൊന്നും പറ്റിയെന്ന് വരത്തില്ല. അവൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയണം. അല്ല ഏട്ടത്തി എന്താ ഇങ്ങനെ പറയുന്നേ? എന്തെങ്കിലും രഹസ്യം ഏട്ടത്തിന്റെ മനസ്സിലുണ്ടെങ്കിൽ അത് തുറന്നു പറ. നയന പറഞ്ഞു, പ്രത്യേകിച്ച് രഹസ്യങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. ആദർശാണ് ഒരു തെറ്റ് പറ്റി, അത് ഞങ്ങൾ അംഗീകരിച്ചു, ഞങ്ങൾ മാപ്പ് കൊടുത്തു, അത്രേ ഉള്ളൂ, വേറൊന്നും ഇല്ല. അല്ലാതെ ജാനകിയോട് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാനായിട്ട് നയനയാണെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം പറഞ്ഞിട്ടും കാര്യമില്ലെന്നറിയാം. ഈ സമയത്ത് ദേവേനെ പറഞ്ഞു, നീ ആദർശിനെ ഇപ്പൊ കുറ്റപ്പെടുത്തുന്നുണ്ടല്ലോ, പക്ഷെ എന്തെങ്കിലും ഒരിക്കല് നിനക്കത് മനസ്സിലാവും. ഇതുപോലെ തന്നെയായിരുന്നു അനാമികയുടെ കാര്യത്തില്, നിന്റെ മരുമകളുടെ കാര്യത്തില്. ഞാനും നയനമോളും ഞങ്ങളെല്ലാരും കൂടെ കൂടിയിട്ട് അവളെ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കാൻ വേണ്ടി ഓരോ നുണക്കഥകൾ ഉണ്ടാക്കുമെന്നാ നീ പറഞ്ഞത്. ഒടുവിൽ നിനക്ക് സത്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടില്ലേ? അതുപോലെ തന്നെയായിരിക്കും ഇതും അവസാനം. സത്യങ്ങളൊക്കെ നിനക്ക് ബോധ്യപ്പെട്ടോളൂ എന്നും പറഞ്ഞിട്ട് ദേവേനെ അങ്ങോട്ടേക്ക് പോയി. ജാനകിക്ക് ഒന്നും മനസ്സിലായില്ല. കുറച്ച് കഴിഞ്ഞപ്പോ നവ്യ മുറി വിഷമിച്ചിരിക്കുകയാണ്. അപ്പോഴേക്കും ജലജ അങ്ങോട്ട് വന്നു. ജലജ വന്നിട്ട് പറഞ്ഞു, നവ്യ നീ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല, എങ്ങനെയെങ്കിലും അബിയെ പുറത്തിറക്കാൻ വേണ്ടി നോക്കണം. ആ സമയം നവ്യ പറഞ്ഞു, എനിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അമ്മേ. കാരണം ഇനിയിപ്പോ കുറച്ചു ദിവസം കഴിയാതെ അവന് പുറത്തിറങ്ങാൻ പറ്റില്ലല്ലോ. നിനക്കറിയാമല്ലോ ഇപ്പൊ ഈ വീട്ടില് ഒരടുപ്പ് എരിഞ്ഞോണ്ടിരിക്കുന്നത്. നേരത്തെ രണ്ടടുപ്പായിരുന്നു, രണ്ടടുക്കളയായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല, വീണ്ടും പഴയ സ്ഥിതിഗതികളിലായി. നമുക്കതും കൂടെ മാറ്റണ്ടെന്ന് ചോദിക്കണം. മാറ്റണം. ഒരു കാര്യം ചെയ്യാം, നല്ലൊരു മുഹൂർത്തം കുറിച്ചോ നീയ. നമുക്ക് വീണ്ടും രണ്ടടുക്കളയാക്കാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ നബി പറഞ്ഞു, എന്തിനും ഏതിനും ഞാൻ അമ്മയോടൊപ്പം ഉണ്ടായിരിക്കും. അങ്ങനെ തന്നെ വേണം. അബിയെ ജയിലിൽ കയറ്റി ഒന്നിനെ വെറുതെ വിടാൻ പാടില്ല. അല്ലെങ്കിൽ നിനക്കറിയാലോ ഈ വീട്ടില് എനിക്കും അബിക്കും ഒക്കെ എന്തേലും ഒരു വിലയുണ്ടോ? ഞങ്ങള് വെറും പുറമ്പോക്കുകളാ. നിന്റെ അനുജത്തി ഉണ്ടല്ലോ നയന, ഇനിയിപ്പൊ ഇവിടെ വിശേഷങ്ങളൊക്കെ വരാനായിട്ട് പോവുകയാണ്. അവൾക്ക് വേണ്ടിയിട്ട് പൊങ്കാല കാണും. അങ്ങനെ പലവിധ ആഘോഷങ്ങളും 7-ാം മാസം കൂട്ടിക്കൊണ്ടുപോയ ചടങ്ങെല്ലാം കാണും. അതിനകത്തൊന്നും നമ്മൾ ഒരു കാരണവശാലും പങ്കെടുക്കരുത്. നമ്മൾ മാറി നിൽക്കണമെന്ന് പറയണം. ആ സമയം ഭയങ്കര സങ്കടത്തോടെ നബി പറഞ്ഞു, എന്നാലും അബി ജയിലിലായി പോയില്ലേ അമ്മേ? അതെ, എനിക്കത് കാണാൻ പറ്റാത്തോണ്ടാ ഞാൻ ജയിലിലേക്ക് പോവാത്തെ എന്നൊക്കെ ഇങ്ങനെ ജലജ മനസ്സിൽ പറയാണ്. അല്ല അമ്മ എന്താ ആലോചിക്കണേ? ഒന്നുമില്ല മോളെ, നിനക്കറിയാലോ ഈ കുടുംബത്തിൽ എനിക്കും അബിക്കും പണ്ട് തൊട്ട് ഒരു വിലയില്ല. ഞങ്ങൾ വലിഞ്ഞു കയറി വന്നവര് എന്നൊരു ചിന്തയായിരുന്നു ഇവരുടെ പലരുടെയും മനസ്സിലായി. ഏറ്റവും കൂടുതൽ എന്നെ കുത്തി നോവിച്ചിട്ടുള്ള ഏട്ടത്തിയാണ്. എന്നെ അബിയൻ ആണല്ലോ. പിന്നെ അബിയുടെ അച്ഛൻ പോയി കഴിഞ്ഞപ്പോഴത്തേനും അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം ഏട്ടത്തിക്ക് തന്നെയായിരുന്നു. കാരണം അബിക്ക് അച്ഛനില്ലല്ലോ. പക്ഷെ അതൊക്കെ അനുഭവിച്ച എന്റെ പാവം മോനെ ഇത്രയും കാലം ജീവിച്ചു വന്നത്, അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. സാരമില്ല, ഇതിന് തക്കതായ മറുപടി ഞാൻ കൊടുത്തോളാം. എന്താ വേണ്ടതെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. ഇതങ്ങനെ വെറുതെ വിടാനായിട്ട് ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് ജലജ അങ്ങോട്ടേക്ക് പോയി. പിന്നീട് ജലജ നേരെ മുറിയിലേക്ക് വന്നു. മുറിയിലേക്ക് തന്നിട്ട് അലമാരിക്കകത്തുനിന്ന് ഒരു പൊതി എടുക്കുകയാണ്. ആ പൊതി എടുത്ത് നോക്കി, ഇത് മതി അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാനായിട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനസ്സിൽ പറഞ്ഞുകൊണ്ട് നേരെ അടുക്കളയിലേക്ക് വന്നു. ആ സമയത്ത് ദേവേനി ജ്യൂസ് അടിക്കുവാണ്. ജ്യൂസ് അടിക്കുന്ന സമയത്ത് മുത്തശ്ശി വന്നിട്ട് പറഞ്ഞു, അല്ല ഇതാർക്ക? നയനമോൾക്ക്. അതെ, എപ്പോഴും ഇങ്ങനെ ഓരോന്നൊന്നും ഉണ്ടാക്കി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. എപ്പോഴും കൊടുക്കുന്ന അപകട മോളെ. അല്ല അപ്പൊ അമ്മ ഉണ്ടാക്കി കൊടുക്കുന്നു? അതെ, ഞാൻ പിന്നെ പഴയ ആളല്ലേ, അപ്പൊ എനിക്കറിയാം എപ്പോഴെന്തൊക്കെ കൊടുക്കണം. പിന്നെ നല്ല നല്ല ആഹാരങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുള്ളൂ. അപ്പോഴേക്കും ദേവേന് പറഞ്ഞു, ഇപ്പൊ ഞാനും അങ്ങനെയൊക്കെയാ. അല്ല മോളെ, ഇപ്പൊ ഈ ഫ്രൂട്ട്സ് ഒക്കെ എപ്പോഴും ഇങ്ങനെ അടിച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ അതിനകത്ത് എത്രമാത്രം വിഷമൊക്കെ ചേർത്താ വരുന്നേ, അത്ര നല്ലതല്ല. ദേവേന് പറഞ്ഞു, അതെ ഇപ്പൊ ഞാൻ കൊടുക്കുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ടോ കൊടുക്കുന്നുള്ളൂ എന്ന് പറയണ. അങ്ങനെയാണെ വലിയ പ്രശ്നമില്ല. പിന്നെ മോളെ നിനക്കറിയാലോ
ആ അവളുടെ ആരോഗ്യം നോക്കുന്നതോടൊപ്പം നീ നിന്റെ ആരോഗ്യം നോക്കണം. നിനക്കൊരു സർജറി കഴിഞ്ഞല്ലേ. അപ്പോഴേക്കും ജലജ പറഞ്ഞു, സ്നേഹിക്കുക മരുമോളെ നന്നായിട്ട് സ്നേഹിക്കുക, അവൾക്കിട്ടുള്ള പണി ഞാൻ കൊടുക്കാന്ന് പറഞ്ഞുകൊണ്ട് ജലജ അവിടെ പാത്തും പതുങ്ങിയും വന്ന് നോക്കി നിൽക്കുകയാണ്. പിന്നെ മോളെ ഒരു കാര്യമുണ്ട്, അധികം ഒന്നും അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അറിയാലോ, ഒത്തിരി അങ്ങോട്ട് എപ്പോഴും എപ്പോഴും ആഹാരം കൊടുത്തോണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ കുഞ്ഞിന് വെയിറ്റ് കൂടും. വെയിറ്റ് കൂടിയാലും പ്രശ്നമാണ്. ദേവേനി പറഞ്ഞു, ആദർശം ഉണ്ടായ സമയത്ത് എന്റെ വെയിറ്റും കുഞ്ഞിന്റെ വെയിറ്റും എത്രയായിരുന്നു അമ്മയ്ക്ക് അറിയായിരുന്നല്ലോ, അതാ ഞാൻ പറഞ്ഞത്. നീ നന്നായിട്ട് വിഷമിച്ചില്ലേ, അതൊക്കെ അറിയാവുന്നതുകൊണ്ടാ. പിന്നീട് ദേവേനി ചോദിച്ചു, അമ്മ ഇനി എന്തേലും പലഹാരം ഉണ്ടാക്കുന്നുണ്ടോ? ഇല്ല, ഇന്നത്തേക്ക് ഇനി ഇല്ല. അവള് കഴിക്കാത്ത, നയനമോള് കഴിക്കാത്ത കുറച്ച് പലഹാരങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. പക്ഷെ അത് ഇന്നില്ല. ഇടയ്ക്ക് എപ്പോഴേലും ഞാൻ ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ്. അപ്പോഴേക്കും ദേവേനി ജ്യൂസൊക്കെ അടിച്ചു വെച്ചിട്ട് ദേവേനി അടുക്കളയിൽ അങ്ങോട്ട് പോയി. അപ്പോഴേക്കും ജലജ അടുക്കളയിലേക്ക് വന്നു. ജലജ അടുക്കളയിലേക്ക് വന്നിട്ട് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ ആ ജ്യൂസിനകത്തേക്ക് ആ പൊടി അങ്ങോട്ട് കലക്കി. എന്നിട്ട് ഒന്നും അറിയത്തില്ലാത്ത മട്ടിൽ അങ്ങോട്ട് പോവാണ്. ഇനിയിപ്പൊ ഏട്ടത്തിയുടെ അമ്മയുടെ ഭാരം കുറയാനായിട്ട് പോവാ. ഇനിയിപ്പൊ അവൾക്ക് ആഹാരം ഉണ്ടാക്കി ബുദ്ധിമുട്ടേണ്ടതായിട്ട് വരത്തില്ല. ഇതോടുകൂടി അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും എന്നൊരു ചിന്തയായിരുന്നു. ആ സമയം അബീരെടുത്ത് സഹതടവുകാരൻ പറഞ്ഞു, എടാ ഒന്ന് വല്ലേലും ഇത്രയ്ക്ക് ആയി. പക്ഷെ ഇനിയിപ്പൊ നീ പുറത്തിറങ്ങിയാലും നിനക്ക് ജയിൽ പുള്ളി എന്നുള്ള പേര് മാത്രമായിരിക്കും. അല്ല, അതിനിപ്പം മാറാൻ പോകുന്നില്ല ചേട്ടാ, മാറാൻ പോകുന്നില്ല. പക്ഷെ നീ എന്ത് ബുദ്ധിമോശം കാണിച്ച, നിനക്ക് ഇഷ്ടം പോലെ സ്വർണ്ണം അടിച്ചു മാറ്റായിരുന്നല്ലോ, കള്ളക്കടത്ത് സ്വർണ്ണം. ഇഷ്ടം പോലെ നിനക്ക് പൈസ ഉണ്ടാക്കായിരുന്നല്ലോ. ഇതുപോലത്തെ ചെറിയ ചെറിയ പണികൾ നടത്തേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? അല്ല ചേട്ടാ, അത് പിന്നെ എടാ, സ്വർണത്തിൽ മുങ്ങി താഴുന്നവരല്ലേ നിന്റെ കുടുംബമൊക്കെ. പിന്നെ നിനക്ക് ഇതിനാണോ വലിയ പ്രശ്നമുള്ളത്? എന്റെ ആവശ്യം എന്തെങ്കിലും ഉണ്ടെ പറഞ്ഞാൽ മതി, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാന്ന് പറയണ്. എന്താവശ്യം? എടാ, എന്നെ കുറിച്ച് നിനക്കറിയാലോ, ഞാൻ ഇവിടെ നിന്ന് മുങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ പൊങ്ങുന്ന ഒരു 5-6 മാസത്തിന് ശേഷമായിരിക്കും. പുതിയ രൂപത്തിലും ഭാവത്തിലും ഒക്കെ ആയിരിക്കും വരുന്നേ. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ പിന്നെ ആർക്കും എന്നെ മനസ്സിലാകത്ത പോലും ഇല്ല. അതുപോലെ വേഷം മാറി നടക്കാൻ വിദഗ്ധനാ ഞാൻ. അതുകൊണ്ടാ പറഞ്ഞേ, നിനക്ക് എന്തേലും ഒരു സഹായം വേണമെങ്കിൽ പറഞ്ഞാൽ മതി. നീ ഇനിയിപ്പോ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാലും ജയിൽ പുള്ളിയായിട്ടല്ലേ അറിയപ്പെടാൻ പോന്നേ. അപ്പൊ തെറ്റ് ചെയ്താൽ എന്ത്, ഇല്ലെങ്കിൽ എന്ത്? എടാ, തെറ്റ് ചെയ്യുന്നതിലൊന്നും വലിയ കഥയും കാര്യങ്ങളൊന്നും ഇല്ല. നീ ധൈര്യമായിട്ടിരിക്കുക. നിനക്ക് എന്തേലും ഹെൽപ്പ് വേണമെങ്കിൽ ഞാൻ ചെയ്യാന്നൊക്കെ പറയണം. അപ്പൊ അബിയുടെ മനസ്സിലേക്ക് ചില ചിന്തകളൊക്കെ ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ ചില പരിപാടികളൊക്കെ, തരികടകളൊക്കെ നടത്തണമല്ലോ എന്നൊരു ചിന്ത. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ ഇന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.